ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രഷർ കുക്കർ യൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടിപ്സുമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രഷർ കുക്കർ സമയം ലാഭിക്കാനും ഗ്യാസ് ലാഭിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി പ്രഷർ കുക്കർ, ഏറ്റവും നല്ലൊരു കമ്പനിയുടെ പ്രഷർ കുക്കർ വാങ്ങാൻ ശ്രദ്ധിക്കുക. നല്ല ISI മുദ്രയുള്ള നല്ലൊരു ക്വാളിറ്റി പ്രഷർ കുക്കർ തന്നെ സെലക്ട് ചെയ്ത് എടുക്കുക. അടുത്തത് നമ്മൾ പ്രഷർ കുക്കറിൻ്റെ വിസിലെടുത്തിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അത് നന്നായി ക്ലീൻ ആയിരിക്കണം. അതിനകത്ത് ഏതെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഗോതമ്പ് നുറുക്കൊക്കെ വേവിക്കുമ്പോൾ എന്തെങ്കിലും വന്ന് അടഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കുക്കർ പൊട്ടിത്തെറിക്കാൻ തന്നെ ഇത് കാരണമാവും. അതുപോലെ ലീക്കേജ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. നാളെ യൂസ് ചെയ്യുമ്പോഴത്തേനും കുക്കറിൻ്റെ വാഷർ വികസിച്ചിട്ട് ഇടയിൽ നിന്ന് ആവി പുറത്ത് പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്കെങ്കിലും വാഷർ എടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കുക. അപ്പോൾ ഈ വികസിച്ച ഭാഗം ചുരുങ്ങിപ്പോവും. അപ്പം അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അടുത്തൊരു കാര്യം, ഈ വാഷറിൻ്റെ ഇടയിലൊക്കെ ഫുഡ് പാർട്ടിക്കിൾസ് അടിഞ്ഞുകൂടാറുണ്ട്. അപ്പം അത് നമ്മൾ കുക്കർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വാഷർ നല്ല പോലെ ക്ലീൻ ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ നമ്മൾ അടുത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫുഡ് ഐറ്റംസ് എല്ലാം മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കുക്കറിൻ്റെ ഒരു അരഭാഗം അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തിൽ ഫുഡ് വെച്ചിട്ട് പാകം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരുപാട് വെച്ച് കുക്ക് ചെയ്യുന്നത് കുക്കറിൻ്റെ ഇതിനും നല്ലതല്ല. അതുപോലെ ഫുഡ് തിളച്ച് തൂവാനും കാരണമാവും. അപ്പോൾ എപ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്തത്, നമ്മൾ കുക്കർ യൂസ് ചെയ്യുമ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വിസിൽ ഊരി അതിൻ്റെ മേലെയുള്ള ആ കറുത്ത ഭാഗം അതും കൂടി നമുക്ക് ഊരി മാറ്റിയിട്ട് ഉള്ളിൽ ക്ലീൻ ചെയ്യാം. അതിനകത്തും ഫുഡ് പാർട്ടിക്കിൾസ് അടിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പം ഈ കാര്യവും നന്നായിട്ട് ശ്രദ്ധിക്കുക. ക്ലീൻ ചെയ്തതിന് ശേഷം അത് വീണ്ടും ഫിക്സ് ചെയ്ത് വയ്ക്കുക. അതുപോലെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ല പോലെ തിളച്ചതിന് ശേഷം കുക്കർ മൂടി അതിന് ആ ഹോളിൽ കൂടെ ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ വിസിലിടുക. ഇതുപോലെ ബ്ലോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ 4-5 മാസം കൂടുമ്പം കുക്കറിൻ്റെ വാഷർ കറക്റ്റായിട്ട് ഒന്ന് മാറ്റിയിടാൻ ശ്രദ്ധിക്കുക. ഇത് കുക്കറിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കുന്നു. അതുപോലെ കുക്കറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി വച്ചേക്കുന്ന 2 വാൽവ്സാണ്. യൂഷ്വലി 2 സേഫ്റ്റി വാൽവ്സ് കാണും. അതും നമ്മൾ കറക്റ്റായിട്ടല്ല വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതെങ്ങാനും അടർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ പോയിട്ട് അത് ഫിക്സ് ചെയ്ത് യൂസ് ചെയ്യുക. അതുപോലെ കുക്കറിൻ്റെ അടിയിൽ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് ബ്ലാക്ക് കളറിൽ മാർക്സ് വരും. അതിന് നമുക്കൊരു ചെറിയ നാരങ്ങ യൂസ് ചെയ്തിട്ട് വെള്ളമിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രഷർ കുക്കർ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.